ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, അതെ ഇവിടെ സ്വന്തം മോളാണെന്ന് അറിയാണ്ട് അവിടെ ലേബർ റൂമിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്. അതുപോലെ തന്നെ അവൾ നൊന്ത് പ്രസവിച്ച വേറൊരു അമ്മയും ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. കേട്ടോടോ, താൻ വെറും ഒരു കഴുതപ്പുലിയാടോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, അതേടാ ഞാൻ കഴുതപ്പുലി തന്നെയാണ്, പക്ഷെ നിന്നെപ്പോലത്തെ ജന്മത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും, അതേടോ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എവിടെ പോയിട്ട് ഒരു ബന്ധം കൂടിയാലും ആ ബന്ധത്തിൽ ആ പെണ്ണിന് ഒരു കുഞ്ഞിനെ കൊടുക്കാറുണ്ട്, അമ്മായിച്ചമാർക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നമ്മുടെ സ്ലോ മോഷനിൽ പോവാട്ടോ. രാഹുലിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. രാഹുൽ അങ്ങനെ തന്നെ നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ വരുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മുമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പ്രകാശനോട് ചോദിക്കണ്ട്, എന്താണ് പ്രകാശൻ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ, ഞാൻ കാർത്തിക മോളുടെ അമ്മയുണ്ടല്ലോ ലക്ഷ്മി, അവളുടെ മുഖം എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുമായിരുന്നു. പല പല മുഖങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മുഖം എങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിക്കുമായിരുന്നു അമ്മേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ കാർത്തിക് അങ്ങോട്ടേക്ക് വരുവാട്ടോ. ആഹാ, അച്ഛനും അമ്മയും കൂടി എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മോളുടെ അമ്മേനെ ഇതുവരെ ഇവൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പല പല പെണ്ണുങ്ങളുടെ മുഖം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ, അച്ഛനാള് കൊള്ളാലോ. അപ്പൊ പല പല പെണ്ണുങ്ങളുടെ മുഖം മനസ്സിലുണ്ടല്ലേ? ചുമ്മാ അമ്മ പറഞ്ഞത് ആ രീതിയിലല്ല മോളെ. മോളുടെ അമ്മയുടെ മുഖം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. മോളുടെ അമ്മയുടെ മുഖം എങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അത് സങ്കല്പിക്കായിരുന്നു എന്ന് പറയാണ്. അമ്മ ഏകദേശം എന്നെ പോലെയൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയാണ്. അല്ല മോളെ, നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ എന്ന് കാത്തു ചോദിക്കുമ്പോൾ, വേണം. അല്ല, ഞാനത് മോളോട് ചോദിക്കാൻ വരുമായിരുന്നു. ഡ്രസ്സൊക്കെ എടുക്കാണ്ട് മോള് കൂടെ വരില്ലേ? അയ്യോ, എന്നോട് വന്നു പോകരുതെന്ന് അമ്മ പറഞ്ഞേക്കണത്. അതെന്താ മോളെ മോള് വരാത്തത്? അതെ, എന്നോട് ഒന്നും സെലക്ട് ചെയ്തെന്ന് അമ്മ പറഞ്ഞേക്കണത്. എല്ലാം അച്ഛൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞിരിക്കണത് എന്ന് പറയുമ്പോഴേക്കും അമ്മമ്മ ചോദിക്കുന്നുണ്ട്, അയ്യോ, നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ആ കളർ മോളുടെ അമ്മക്ക് ചേരില്ലെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും പ്രകാശം വേണ്ട, അമ്മ എന്ത് വർത്താനമ്മ പറയണത്? മോളുടെ അമ്മക്ക് എല്ലാ കളറും ചേരും. മോളെ പോലെ നല്ല വെളുത്ത് സുന്ദരിയായിരിക്കും മോളുടെ അമ്മ അല്ലെ? അയ്യോ, എന്നെക്കാളും നല്ലത് എൻ്റെ അമ്മേനെ കണ്ടിട്ട്. സ്വർണത്തിന്റെ നിറവാ അമ്മക്ക് തങ്കത്തിന്റെ നിറവേ. പിന്നെ എന്നെക്കാളും പൊക്കമുണ്ട്. പിന്നെ നല്ല വട്ട മുഖമാണ്. അമ്മക്ക് 10-48 വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ 10-40 വയസ്സേ തോന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും, അപ്പൊ പ്രകാശനായിട്ട് നന്നായിട്ട് ചേരും അല്ലേ മോളെ എന്ന് നമ്മുടെ അമ്മ പറയുമ്പോൾ, അതെ, ഇവനും കണ്ട 10-40 വയസ്സല്ലേ തോന്നുള്ളൂ. ഒന്ന് പോ ചുമ്മാ ഇരിയമ്മ എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ കുടുംബത്തിലെ ജോലിസിനെ ഒന്നുകൊണ്ട് നോക്കിപ്പിച്ചായിരുന്നു ജാതകമൊക്കെ. അമ്മ അച്ഛനെ പൊരുത്തുന്ന ജാതകം നല്ല പൊരുത്തുണ്ടെന്ന ജോത്സ്യം പറഞ്ഞത് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അതെ മോളെ, ഞങ്ങളും നോക്കിയായിരുന്നു ജാതകം. അപ്പൊ ജോത്സ്യം പറയാ, മോളുടെ അമ്മക്കും അതുപോലെ തന്നെ മോൾക്കും ഇപ്പോഴുള്ള ആ ഒരു സ്ഥാനക്കേറ്റുണ്ടല്ലോ, അതിന്റെ മോൾ ഒരുപാട് മോളിൽ കയറും പ്രകാശനെ കല്യാണം കഴിച്ചാലെന്ന്. എന്തായാലും ഈ കല്യാണം നടന്നേ പറ്റു വെച്ചാ. ഇനിയിപ്പോ ഈ കല്യാണം നടന്നില്ലെന്നെങ്കിൽ മുടക്കാൻ വേണ്ടി കുറെ പേരുണ്ടല്ലോ. അങ്ങനെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ ജീവനോട് ഇരിക്കുമെന്ന അമ്മ പറയണത്. അയ്യോ മോളെ, പ്രകാശിന്റെ കഴുത്തിന് മോളിൽ തലയുണ്ടെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കും എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ ശരിക്കും പറയാ കല്യാണത്തിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. മോളുടെ അമ്മേനെയും കൂടെ വിളിച്ചോണ്ട് വരുവാണെങ്കിൽ നമുക്കൊരു 50 ചുറ്റു താലികെട്ട് നടത്തായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട അമ്മമ്മേ, കല്യാണമൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതി നടക്കണം. എന്തായാലും സാരി എടുക്കാൻ വേണ്ടി ഞാനും കൂടെ വരാം. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. അല്ല മോളെ, നമുക്കൊരു എത്ര സാരി എടുക്കണം? ഒരു 7 സാരിയൊക്കെ എടുത്താൽ മതിയോ? അയ്യോ പ്രകാശ, കല്യാണം കഴിഞ്ഞിട്ട് പാറപ്പുറത്തുനിന്നൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കില്ലേ, അപ്പോഴൊരു സാരി എടുക്കണം. മൊത്തം ഒരു 7 സാരി എടുക്കാം അല്ലേ മോളെ? അതെ അച്ഛാ എന്ന് പറയാണ്. ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് അമ്മമ്മ അടുത്ത് പ്രകാശം പറയണ്ട, കേട്ടില്ലേ അമ്മ, ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവള് ജീവനോടെ ഉണ്ടാവില്ലെന്ന്. അതങ്ങനെയല്ലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ ഇതൊക്കെ ആരുടെ ഗുണഗണങ്ങളാ? വിക്രമാദിത്യന്റെ അച്ഛനല്ലേ ഞാൻ. അപ്പൊ അവന് ഒരു പെണ്ണിനോട് സംസാരിച്ച ആ പെണ്ണ് അവന്റെ പുറകെ വരും. ആ സ്വഭാവം അത് അവനെ എവിടെന്നാ കിട്ടിയത്? എന്നിൽ നിന്ന്. എടാ, അത് നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന് അറിയാവോ? എന്റെ അടുത്ത് നിന്നാടാ. ഞാൻ സംസാരിക്കാൻ വല്ല മോശമാണോ? അല്ലല്ലോ എന്ന് അമ്മ പറയുമ്പോ, ഒരു മിടുക്കി വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ നേഴ്സ് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുവാണ്. ശേഷം ഷാരെടുത്തും അതുപോലത്തെ മനോഹരത്ത് പറയുന്നുണ്ട്, സരയു പ്രസവിച്ചു, അമ്മ സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞെന്ത് പറ്റി ഡോക്ടർ എന്ന് ഷാരി ചോദിക്കുമ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെന്ത് പറ്റി പറ, എന്റെ കുഞ്ഞിനെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, സോറി കുഞ്ഞിനെ കിട്ടിയില്ല എന്ന് പറയാണ്. അത് കേട്ട് ഷാരിയും മനോഹറൊക്കെ ആകെ ഞെട്ടി നിൽക്കുവാട്ടോ. രാഹുലിടയ്ക്ക് പൊട്ടിച്ചിരിക്കുകയാണ്. അത് രാഹുലിന്റെ ഒരു സ്വപ്നമാട്ടോ. രാഹുൽ അങ്ങനെ പുറത്തു നിന്ന് സ്വപ്നം കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
രാഹുലിന്റെ ചിരി കാണുമ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേക്കൂടി പോയിട്ട് രാഹുലിനോട് ചോദിക്കണ്ടേ, അല്ല സാറേ സാറെന്താ ഇങ്ങനെ ചിരിക്കണത് എന്ന് പറയുമ്പോഴേക്കും, അതോ ഞാൻ ഇന്നലത്തെ ഒരു സിനിമയുടെ ഭാഗം ഓർത്തൊരു ചിരിച്ചതാ, എന്നാൽ ഇങ്ങനെ ചിരിക്കോ, ഇപ്പൊ ഇങ്ങനെ ചിരിക്കൊന്നും മനസ്സിലായില്ലേ, പോടോ എന്ന് പറയാണ്. അതിനുശേഷം രാഹുൽ അകത്തേക്ക് കയറി പോകുവാട്ടോ. അപ്പോഴേക്കും നേഴ്സ് പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഷാരി എടുത്ത് മനോഹർ പറയുന്നുണ്ട്, സരിയെ പ്രസവിച്ചു, പിന്നെ അമ്മയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാണ്. അല്ല കുഞ്ഞ് ആൺകുഞ്ഞല്ലേ ഡോക്ടർ എന്ന് ഷാരി ചോദിക്കുമ്പോൾ അല്ല പെൺകുഞ്ഞാണ് എന്ന് പറയാണ്. പെൺകുഞ്ഞാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേഴ്സ് നടന്ന് പോകുവാട്ടോ. അത് കേട്ടിട്ട് രാഹുൽ ആകെ ഞെട്ടി പോകുവാണ്. രാഹുൽ നേഴ്സിനോട് ചോദിക്കണ്ടേ, അമ്മയും കുഞ്ഞും രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു സർ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോകുവാണ്. ശേഷം ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഷാരി, ഡോക്ടർ കുഞ്ഞിനെ എങ്ങനെയുണ്ട്, അമ്മക്ക് എങ്ങനെയുണ്ട്, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു, നേഴ്സ് എല്ലാം പറഞ്ഞില്ലേ എന്ന് പറയാൻ. പറഞ്ഞിരുന്നു, സിസേറിയൻ ആവേണ്ടി വരുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നോർമലായി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുവാട്ടോ. ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും രാഹുല് പെട്ടെന്ന് തന്നെ മനോഹരന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മനോഹരത്ത് പറയുന്നുണ്ട്, എടാ എൻ്റെ മോളെ നിന്നെ ഒരുപാട് സ്നേഹിച്ചതാണ്, അതുകൊണ്ട് നിന്നെ പോലത്തെ ഒരു കുഞ്ഞായിരിക്കും, നിന്റെ അതേ രൂപം തന്നെയായിരിക്കും ആ പെൺകുഞ്ഞിനെന്ന് പറയുമ്പോഴേക്കും അസുരന്മാർക്ക് ദേവഗണത്തിൽപ്പെട്ട കുഞ്ഞിനെ ജനിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ, കണ്ടില്ലേ ഇയാൾ പറയണത്, മനുഷ്യ ഇവിടെ നല്ല മനഃശാസ്ത്ര വിദഗ്ധന്മാരുണ്ട്, നിങ്ങൾ അയാളെ പോയി കാണിക്കുക എന്ന് പറയുമ്പോൾ, ഒരു പ്രാവശ്യം എന്നെ കാണിച്ചതാണല്ലോടി, എനിക്ക് നീ ഷോക്ക് തന്നതാണല്ലോ, അത് കൊണ്ട് ശരിയാവും തോന്നുന്നില്ല, ഇവിടെ നല്ല ഡോക്ടർ ഉണ്ടെന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ആ ഡോക്ടറെ പോയി ഞാനൊന്നും പറയുന്നില്ല, ഡോക്ടറെ ഇവനെ കൊണ്ടേ കാണിക്കുക എന്ന് രാഹുൽ പറയാണ്. അതിനുശേഷം മനോഹർ പറഞ്ഞ, അമ്മ എനിക്ക് കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നമ്മേ, കൊതിയായിട്ട് നീ അതിനെ തിന്നോടാ എന്നൊക്കെ രാഹുൽ ചോദിച്ചിട്ട് അവിടെ നിന്ന് രാഹുൽ അങ്ങോട്ട് പോവാട്ടോ. അതിനുശേഷം മനോഹർ പറഞ്ഞു, ഇത് ഇയാൾ എന്താമേ ഇങ്ങനെ എന്ന് പറയുമ്പോൾ, അത് നീ മൈൻഡിൽ എടുക്കണ്ട എന്നൊക്കെ പറയുവാട്ടോ. അതിനുശേഷം ഡോക്ടറുടെ അടുത്തേക്ക് രാഹുൽ പോകുവാണ്. ചതിച്ചല്ലോ ഡോക്ടർ നിങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ ചതിച്ചെന്നോ, അതെ ഞാൻ 15 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതല്ലേ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തില്ലല്ലോ, അതിന് ഞാൻ സാറിന് വാക്കൊന്നും തന്നില്ലല്ലോ, നോക്കാന്നല്ലേ പറഞ്ഞുള്ളൂ, സാർ 15 ലക്ഷം രൂപ എനിക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ 25 ലക്ഷം രൂപ തരാമെന്ന് വേറൊരാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്, അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു, ഒരു ഡോക്ടറിന്റെ കടമ ഒരു പേഷ്യൻസിനും ആ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നോക്കാന്ന് ആണ്, പ്രത്യേകിച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പോലും ഒരു ആപത്തും കൂടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്ത് പറയണ്ട, നിങ്ങളുടെ നല്ല ഗുണങ്ങൾ നിങ്ങൾ എന്നോട് പറയണ്ട, ഈ ഹോസ്പിറ്റലിലെ കുറെ രോഗികളുടെ അവയവങ്ങളൊക്കെ വെട്ടിമുറിച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ, അങ്ങനെ അറിയാമെങ്കിൽ അത് അവരോട് പോയി ചോദിക്കും, ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് ഒരുപാട് വൃദ്ധരായ പേഷ്യൻസ് ഉണ്ട്, അവര് ദയാവധം പോലും എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ ഞാൻ ചെയ്യാറില്ല, ഒരു മനുഷ്യജീവനെ ദൈവം തന്നതാണ്, അത് തിരിച്ചെടുക്കാൻ സമയം ദൈവം തന്നെ തിരിച്ചെടുത്തോളും, അല്ലാണ്ട് അത് മനുഷ്യന്മാരുടെ കർത്തവ്യമൊന്നുമല്ല ചെയ്യേണ്ടത്. എന്നാലും നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം ആരോ കേട്ടിട്ടാണല്ലോ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത്, അതാരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, സോറി അതെനിക്ക് പറയാൻ പറ്റില്ല, അതാരാന്ന് നിങ്ങൾ പറയണോന്നേ, പറയാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ രാഹുൽ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുവാണ്. ഡോക്ടർ മനസ്സിൽ വിചാരിക്കണം, എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അയാൾ പണമായിട്ട് ഇയാളെക്കാൾ നല്ല പരിചയമുണ്ട്, ഇയാളുടെ മോനെ അതുപോലെ തന്നെ ഇയാളുടെ അനന്തരവനെ അതുപോലെ തന്നെ പെങ്ങളെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ ഇരിക്കുവാട്ടോ. അതിനുശേഷം നമ്മുടെ രാഹുൽ മനോഹരത്ത് പറയണ്ടേ, എടാ നാണുണ്ടോ നിനക്ക്, ഞാൻ 15 ലക്ഷം രൂപ ഡോക്ടർക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ നീ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തല്ലേ, ഞാനോ, നിനക്ക് നാണമുണ്ടോ, 25 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മോളെയൊക്കെ ഉപേക്ഷിച്ച് എപ്പോഴേ സ്ഥലം വിട്ടാനെ എന്ന് പറയണേ. പിന്നെ ഡോക്ടർക്ക് ആരാടാ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത്, എനിക്കറിയില്ല എന്ന് പറയാണ്. ഞാൻ നിങ്ങളുടെ മോളിൽ നിന്ന് ഉപേക്ഷിച്ച് പോവാം, പക്ഷെ ഞാൻ പറഞ്ഞ തുക തരാണെങ്കിൽ നിങ്ങളുടെ മോളെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകാട്ടോ. രാഹുൽ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കിരണും കല്യാണി വണ്ടിയിലേക്ക് കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അതിനുശേഷം കിരൺ ചോദിക്കുന്നുണ്ട്, മോള് പ്രസവിച്ചു അല്ലേ, സുഖപ്രസവമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഡോക്ടർക്ക് 15 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ട് ഒന്നും നടന്നില്ല അല്ലേ, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞൂന്നേ, ഡോക്ടർക്ക് 25 ലക്ഷം രൂപ വേറെ ആരോ വാഗ്ദാനം ചെയ്തു അല്ലേ, അത് വേറെ ആരല്ലേ, ഞാനാണ് വാഗ്ദാനം ചെയ്തത്. നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നോ? നിങ്ങളെക്കാളും പരിചയം ഇവിടുത്തെ ഡോക്ടർ എനിക്ക്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്ടർ എന്നെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാ ഡോക്ടർക്ക് 25 ലക്ഷം രൂപ ഞാനും കല്യാണം കൂടി വാഗ്ദാനം ചെയ്തത്, ആ കുഞ്ഞ് ഒരു പോറൽ പോലും ഏൽക്കാതെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാ ഡോക്ടർ അങ്ങനെ ചെയ്ത്, അല്ലെങ്കിലും ആ ഡോക്ടർ നീതികേടൊന്നും ചെയ്യാത്തൊരു ഡോക്ടറാണ് എന്നൊക്കെ കിരൺ പറയുമ്പോഴേക്കും രാഹുൽ ആകെ ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.